നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രമാത്രം ലവ് ചെയ്യുന്നു, ഹൗ ഡീപ്ലി ദേ ലവ് യു. ഓക്കെ, എത്രമാത്രമാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ലൈഫ് ഒരുമിച്ച് ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലൈഫ് മീൻസ് ഫ്യൂച്ചർ ഫുൾ ത്രൂ ഔട്ട് ലൈഫ് ഉണ്ടാവും എന്നാണ് എനിക്കറിയില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും അവരുണ്ടാവണം. അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളെയാണ് അവര്, യു ആർ ദ വൺ. ഓക്കെ, വേറെ ആരും എനിക്ക് ഉണ്ടാവില്ല, നിങ്ങൾ മാത്രമേ കാണുള്ളൂ ഇങ്ങനൊരു ഒരു വ്യക്തിയായിട്ട്. അത്രയ്ക്ക് നിങ്ങളുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരുടെ മനസ്സിൽ ഇത് നടക്കില്ല. ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലായിട്ടില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റത്തില്ല, എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ എവിടെയെങ്കിലും വെച്ച് പിരിയേണ്ടി വരും എന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, വേറെ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഇവർ ഒരുപാട് പേടിച്ചിട്ടിരിക്കുകയാണ്. പേടിച്ചെന്ന് വെച്ചാൽ ഭയങ്കര നെർവസ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും ഈ ഒരു ലൈഫ് നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യണം, നിങ്ങളെ മാത്രം മതി. മീൻസ് എത്ര ഫ്രണ്ട്സോ അല്ലെങ്കിൽ എത്ര പേരുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഹാപ്പിനെസ് വേറെ ആരുടെയും കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, സോ നിങ്ങളെ അവർക്ക് വേണമെന്നുണ്ട്, പക്ഷെ അവർക്ക് പേടിയാണ്. ഓക്കെ, നിങ്ങളിത് ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു അത്രയ്ക്ക് റിലേഷൻഷിപ്പ് അല്ല, ഒരു ഫ്രണ്ട്സ് സ്റ്റേജിലാണ് പോകുന്നതെങ്കിൽ അവരുടെ ഒരു മനസ്സെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അവർക്ക് തോന്നുന്നില്ല. ബിക്കോസ് അവരുടെ ഒരു വിചാരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടുതലും ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയോ അല്ലെങ്കിൽ കരിയറിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് അവരുടെ മനസ്സിലെ ചിന്ത. ഓക്കെ, സോ അവരിത്രയും ഒരു കരിയറിൽ അവരൊരു സ്റ്റേബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് പൈസ ഒക്കെ നോക്കുകയാണെങ്കിൽ പൈസ വെച്ച് അവർ ഭയങ്കര പുറകോട്ടാണ്. അപ്പൊ അതൊക്കെ വെച്ച് നിങ്ങൾ എങ്ങനെ അവർക്ക് അവർ വന്ന് പ്രപ്പോസ് ചെയ്താലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അവർക്ക് നല്ല പേടിയാണ്. പക്ഷെ ഇവിടെ എനിക്ക് കാണുന്നവർ ഭയങ്കര നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, അത് മാത്രമല്ല എനിക്ക് കാണുന്നത് വെച്ചാൽ അവർ എങ്ങനെയും എന്തൊക്കെ ചെയ്ത് എന്ത് സാക്രിഫൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന എന്ത് സാക്രിഫൈസ് നിങ്ങളെ കിട്ടാൻ, ഓക്കെ, നിങ്ങളെ ലൈഫ് ലോങ് നിങ്ങളെ കിട്ടാൻ വേണ്ടി അവർ എന്ത് സാക്രിഫൈസിനും റെഡിയാണ്. എനിക്കിവിടെ കാണുന്നത് അവർക്ക് എന്തോ ഒരു കോമ്പറ്റീഷൻ വിൻ ചെയ്താലും നിങ്ങളെ കിട്ടൂ എന്നൊരു രീതിയായി. മീൻസ് എന്താ പറയുന്നത് വെച്ചാൽ അവരുടെ ഒരു മനസ്സിൽ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞോളൂ, അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കൂടുതലും മെറ്റീരിയലിസ്റ്റിക് തിങ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹത്തെയും കാട്ടിലും കൂടുതൽ എന്താ ഈ പൈസയും പിന്നെ നല്ല വീട്, എല്ലാ നല്ല കാര്യങ്ങളും വേണമെന്നാണ് ആഗ്രഹം എന്നാണ് അവരുടെ വിചാരം. അത് നിങ്ങൾക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ പോലും അവരുടെ ഒരു മനസ്സിൽ നിങ്ങളൊരു ക്യൂനാണ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു ലേഡീസ് ആണ് ഇത് കാണണമെങ്കിൽ അല്ലെങ്കിൽ ജെൻസ് ആണെങ്കിൽ നിങ്ങളൊരു ക്യൂൻ അല്ലെങ്കിൽ നിങ്ങളൊരു കിങ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പം എപ്പോഴും നിങ്ങൾ എന്താ പറയുക, ഒരു എപ്പോഴും ക്യൂനും കിങ്ങും ഒക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെച്ച് അവർ ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് അബൻഡൻസ് ആണ്. അപ്പം ഇവർക്കത് ഓഫർ ചെയ്യണമെന്നുണ്ട് നിങ്ങളെ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളെ നോക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ആ ഒരു സ്റ്റേജിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ അവര് എങ്ങനെയെങ്കിലും കോമ്പറ്റീറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വേറൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോമ്പറ്റീറ്റ് ചെയ്ത് എങ്ങനെയും അവർക്ക് യുനോ ഒരുമിച്ച് ലൈക്ക് നിങ്ങൾ ഒരിക്കലും നോ എന്ന് പറയുന്ന രീതിയിൽ ആവില്ല. അവർ എസ് എന്ന് പറയേണ്ട ഒരു രീതിയിലോട്ട് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ കരിയർ, അവരുടെ ഫിനാൻസസ് ഒക്കെ എങ്ങനെയും ബിൽഡ് ചെയ്യണമെന്നാണ് അവർ നോക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പേഴ്സൺ ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് പറയുമ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് അവരെ തോന്നുന്നില്ലല്ലോ, അങ്ങനൊരു കാര്യങ്ങൾ അവർ പ്രകടിപ്പിക്കുന്ന പോലും ഇല്ല. പക്ഷെ ഇതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഇമോഷണലി അങ്ങനെ ഷോ ചെയ്യുന്ന ഒരു പേഴ്സൺ എനിക്ക് കാണുന്നില്ല. ഓക്കെ, ലൈക്ക് ഇത്രയൊക്കെ മനസ്സിലുണ്ടെങ്കിലും അവരത് കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. ലൈക്ക് ചിലരുണ്ടല്ലോ എല്ലാം ഉള്ളിലൊതുക്കുവാണ്. ഓക്കെ, ഉള്ളിലൊതുക്കി അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യും, പക്ഷെ അവർ കാണിക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവരുടെ ഒരു മെയിൻ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരായിട്ട് അവരെ കമ്പയർ ചെയ്യും. ഓ, അവർക്ക് കുറെ പൈസ ഉണ്ടല്ലോ, എനിക്കതില്ലല്ലോ, അല്ലെങ്കിൽ അവർക്ക് വലിയ വീടുണ്ടല്ലോ, എനിക്കതില്ല, എനിക്ക് നല്ല കരിയർ ഇല്ല, അങ്ങനെ മറ്റുള്ളവരായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുക. ഓക്കെ, കമ്പയർ ചെയ്ത് ചുമ്മാ അത് പഠിക്കുക, ഇതാണ് അവരുടെ ഒരു പണി. ഓക്കെ, ഇവരുടെ ഹാബിറ്റ് തന്നെ അങ്ങനെയാണ്. സോ
ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഇൻഫീരിയോറിറ്റി, ഓക്കെ, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിതില്ല എനിക്കതില്ല, അങ്ങനെ അങ്ങനെ ഒരു തോന്നലെല്ലാം എങ്ങനെയും എന്തൊക്കെ അവർക്ക് ഇല്ലെന്ന് തോന്നുന്നു അതെല്ലാം അവർക്ക് ഗെയിൻ ചെയ്യണം, ഓക്കെ, അവർക്ക് നേടിയെടുത്തിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വരണം. ബിക്കോസ് നിങ്ങളാണ് അവരുടെ എല്ലാം, ഓക്കെ, നിങ്ങളായിട്ട് എങ്ങനെയും റിലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അവർ വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ചാൻസ് ഇപ്പൊ കുറവാണ്, ഓക്കെ, ബിക്കോസ് അവർക്ക് അവരുടെ ഒരു സ്റ്റേജ് അവരെന്താണ് അവരുടെ മനസ്സിൽ സക്സസ്ഫുൾ, മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴും എനിക്കിത് മതി, ഇതാണ് ഞാൻ എന്ന ആ ഒരു ചിന്ത എത്തുമ്പോഴേ നിങ്ങളുടെ അടുത്ത് വരത്തുള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവര് ഈ അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ, ഓക്കെ, നിങ്ങൾ എങ്ങനെയും സക്സസ്ഫുൾ ആയി നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി നോക്കാൻ വേണ്ടി അവർ കുറേ പ്രോസസ്സിലൂടെ കടന്നു പോലെ, മീൻസ് കോളേജും ഇപ്പം ജോബ് ആണെങ്കിൽ അവർ ഡിസയർ ചെയ്ത ജോബിനൊക്കെ അവർ പരിശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോഴും അവർ ഈ ഒരു പ്രോസസ്സിൽ ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വരും, ഓക്കെ, മീൻസ് ഒരുപാട് എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്യുമോ, അതിന് കുറേ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ എവിടേക്കോ അവർ ഹേർട്ട് ആകും, ഓക്കെ, നിങ്ങൾ കാരണമല്ല, അവരുടെ ലൈഫ് സിറ്റുവേഷൻ കാരണം അവർക്ക് എന്തൊക്കെയോ ഒരു ഹേർട്ട് ആകും, ഓക്കെ, അത് ഒരു വിഷമങ്ങൾ ഉണ്ടാകും എന്നാണ് എനിക്ക് കാണുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെയും പലരും, ഓക്കെ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വേറെ ആരൊക്കെയോ ഒന്നിൽ കൂടുതൽ പേരാണ് എനിക്ക് കൂടെ കാണുന്നത്, ഓക്കെ, അത് ഇവർക്കറിയാം, ഇവർക്ക് അതിനൊരു ഡൗട്ട് ഉണ്ട്, ഓക്കെ, സോ അവരുമായിട്ടുള്ളൊരു കോമ്പറ്റീഷനാണ് അവര് എന്താ ചെയ്യുന്നത്, ഓക്കെ, അവരെക്കാട്ടിൽ എങ്ങനെയും വലുതാവണം, എങ്ങനെയും മേളിൽ നിൽക്കണം, അതാണ് കാണുന്നത്. പിന്നെ പലരിലും എനിക്കിതൊരു റിലേഷൻഷിപ്പ്, നിങ്ങൾ ഇതുവരെ റിലേഷൻഷിപ്പിലായിട്ടില്ല എന്നാണ് കാണുന്നത്, ഓക്കെ, ജസ്റ്റ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഒരു ഇഷ്ടമുണ്ട്, എന്നാലും ആരും റിവീൽ ചെയ്യാതിരിക്കുന്ന ആ ഒരു പ്രോസസ്സിലൊക്കെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവരൊക്കെ ഒരുപാട് നിങ്ങളെ ഇഷ്ടമാണ്, അത് ഉറപ്പാണ്. ദേ ലവ് യു സോ ഡീപ്ലി, ഓക്കെ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ പേര് നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെ, നിങ്ങളറിയാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, ഓക്കെ, ഒരാളുടെ വിഷമങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഒരാളെ അവരുടെ എന്തും, ഓക്കെ, അവർ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ അവരെ ഒരുപാട് ഇമോഷണലി, അത് നിങ്ങൾ മനഃപൂർവ്വം ലവ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡേ അങ്ങനെ ആയിരിക്കും, ഓക്കെ, പക്ഷെ അവർ അത് കാരണം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന പോലെ ഈ ഒന്നിൽ കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കോമ്പറ്റീഷൻ അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിയെ പറ്റി ആയിരിക്കും ചോദിച്ചത്, പക്ഷെ നിങ്ങൾ അറിയാത്തൊരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെ, അത് ഇവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവെല്ലാം അറിയാവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്.